നസീറിക്ക പ്രചോദേട്ടാ ബിജുക്കുട്ടൻ ചേട്ടാ, ഞാനൊരു തത്ത ഇങ്ങോട്ട് പറത്ത് വിട്ടാലോ? അപ്പൊ നമ്മുടെ തെന്മല തത്ത അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് അവരെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ശംഭു ചേട്ടൻ, സജി ചേട്ടൻ ആൻഡ് ദീപ്തി ചേച്ചി. സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും. ഹലോ ഹലോ ചേട്ടാ, ഓ ഇതെന്താ സമരം? എന്താ നിരാകാര സമരം? അത് മനസ്സിലായി. എന്തിനു വേണ്ടിയാണെന്ന്? ഇത് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം, ജോലിക്കും കൂലിക്കും പോകാതെ വീട്ടിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അമ്മയും ഭാര്യയൊക്കെ വീട്ടിൽ ഭയങ്കര ബഹളമാണ്. അതുകൊണ്ട് ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങി. അതായത് ഈ പുതിയ പുതിയ സാധനങ്ങൾ, ഫ്രിഡ്ജ്, TV, അലമാര, ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ എല്ലാവരും കടയിൽ ചെന്ന് പൈസ കൊടുത്ത് വാങ്ങും. പക്ഷെ പാവപ്പെട്ടവർക്ക് ഇത് ഫസ്റ്റ് സാധനം വാങ്ങിക്കാൻ ചിലപ്പം കാശ് കാണത്തില്ല, കൈ പറ്റൂല. ഇവർക്ക് ഞാൻ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ, പഴയ സാധനങ്ങൾ ഇൻസ്റ്റാൾമെന്റ് അവസ്ഥയിൽ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് കൊണ്ടെത്തിച്ചു കൊടുക്കും. ഇങ്ങനെ ഒരു ബിസിനസ് ഞാൻ ചെയ്തു. ഇതിന്റെ പേരിൽ എന്റെ പെണ്ണും പിള്ള എന്നെ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുക. വക്കീലിനെ കാണാൻ പോയിരിക്കുക. ആ നോട്ടീസ് പിൻവലിക്കുന്നത് വരെ ഞാൻ സമരം. ഒരു കാര്യമില്ലേ, ഈ 40 ദിവസമൊക്കെ നിരാഹാരം കിടന്നു കഴിഞ്ഞാൽ പട്ടിണി കൊണ്ട് മരിച്ചു പോട്ടാ. ചത്താലും കുഴപ്പമില്ല, ഞാൻ സമരം ചെയ്യും. നോട്ടീസ് പിൻവലിക്കും, സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും. കുരിശുമലയിൽ പള്ളി മണികളുണരും പുണ്യനായരാഴ്ചകൾ. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവർക്ക് ഈസി, അറിഞ്ഞുകൂടാത്തവർക്ക് പാട്. ഞാൻ തത്ത, തെന്മല തത്ത. തത്തമ്മ പൂച്ച പൂച്ച, തത്തമ്മ പൂച്ച പൂച്ച, തത്തമ്മ പൂച്ച വിളിക്കരുത്, തത്തമ്മ പൂച്ച പൂച്ച, തത്തമ്മ പൂച്ച പൂച്ച. പൂച്ചയെ വിളിക്കരുത്, പൂച്ചയെ വിളിക്കരുത്. എന്താണ് ഈ പൂച്ച വിളിച്ച? എനിക്ക് പേടിയാ. സ്വന്തം ഭർത്താവിനെ പേടിയില്ല, പൂച്ചയെങ്കിലും ഒന്ന് പേടിക്കടി. എനിക്കിത് വേണം, എനിക്കിത് വേണം. 2 ദിവസമായി ഈ സമരം തുടങ്ങിയിട്ട്. എഴുതി വച്ചിരിക്കുന്നത് കണ്ടോ, 41 ദിവസമായെന്ന്. 40. തത്ത ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടെ. പുള്ളിക്കാരൻ നല്ലൊരു ബിസിനസ് അല്ലേ തുടങ്ങിയത്, പിന്നെ അതിനെന്തിനാ ചേച്ചി കേസ് കൊടുക്കാൻ പോയത്? സംഭവം നല്ല പരിപാടി തന്നെയാ. വീട്ടിലുള്ള ഉപകരണങ്ങൾ ഇല്ലാത്തവർക്ക് പഴയ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുക എന്നുള്ളത്. എന്നും പറഞ്ഞ് സ്വന്തം വീട്ടിൽ ഉപയോഗിച്ചോണ്ടിരുന്ന സാധനങ്ങൾ മൊത്തം നാട്ടുകാർക്ക് പറക്കി കൊടുക്കേണ്ട കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ അതിന് വേണ്ടി ഇവിടെ പ്രാന്തെടുത്ത് കിടക്ക. നാണമുണ്ടോ മനുഷ്യ? നിങ്ങൾക്ക് നാണമുണ്ടോ? ഇനി എന്നും പറഞ്ഞോണ്ട് ഈ ഡിവോഴ്സ് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നീ എന്താ പറയുക, ഇതൊരു ബിസിനസ് അല്ലേ? ബിസിനസ് ആയാലും പോലും ബിസിനസ്. ഇതിനു മുമ്പ് നല്ല ഒന്നാം തരം ഒരു ബിസിനസ് ഇല്ലായിരുന്ന മനുഷ്യ. അയ്യോ, എന്ത് ബിസിനസ്? നീ പറ, കേക്കട്ടെ. വീട്ടിലെ ഊണെന്നും പറഞ്ഞൊരു ബിസിനസ് ഉണ്ടായിരുന്നു. വീട്ടിലെ ബിസിനസ് ഉണ്ടായിരുന്നു. ഈ ബിസിനസ് കഴിയുമ്പോ എന്നും ഈ ചോറ് മിച്ചം വരും. ഈ ബാക്കി വന്ന ചോറ് മിച്ചം വന്നത് കൊണ്ടാണ് പിറ്റന്നൂട്ട് നമ്മൾ പഴകഞ്ഞി കച്ചവടം കൂടി അങ്ങോട്ട് തുടങ്ങിയത്. പഴങ്കഞ്ഞി കച്ചവടം തുടങ്ങി. പക്ഷേ ഞാനത് നിർത്തിയില്ലായിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ ചത്തുപോകുമായിരുന്നു. എന്റെ അച്ഛൻ എന്തോ ചെയ്തു? 24 മണിക്കൂർ ആ പഴങ്കഞ്ഞി കലത്തിനകത്ത് തലയിട്ടോണ്ടിരിക്കുന്നത്. അതിനകത്ത് വീണ് ചത്തുപോയാലോ? അതുകൊണ്ടാണ് ഞാൻ അങ്ങ് നിർത്തിയത്. നാണമില്ലാത്തൊരു മനുഷ്യൻ. അല്ലല്ല, എനിക്ക് മാന്യമായിട്ട് വേറെ ജോലി ഉണ്ടായിരുന്നു. നീ കാരണമല്ലേ അത് നിർത്തിയത്? ഉണ്ടായിരുന്നേ, നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അതെന്ത് ജോലി എന്നൊന്ന് ചോദിച്ചു നോക്ക്. ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞോട്. സിറ്റിയിലുള്ളൊരു വലിയ ഹോട്ടൽ, അതിന്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റി. വഴിയെ പോകുന്ന ആൾക്കാരെയൊക്കെ ചോറ് കഴിച്ചിട്ട് പോവാം എന്ന് കൈയടിച്ച് വിളിച്ചു കയറ്റും. എന്ത് കുഴപ്പം? നാട്ടുകാർക്ക് കൈകാട്ടി ചോറ് വിളിച്ചു കൊടുത്ത് തത്ത ചത്തിട്ട് കാക്കയെ വിളിച്ച് വെളിച്ചോറ് കൊടുക്കാത്ത മനുഷ്യനാ നാട്ടുകാർക്ക് ചോറ്. എനിക്കിത് വേണം. എന്റെ അപ്പൂപ്പൻ അന്നേ പറഞ്ഞു, മക്കളെ തത്തേ നമുക്ക് ഈ ബന്ധം വേണ്ടാന്ന്. ഈ ആരാടി നിന്റെ അപ്പൂപ്പൻ? ആരാ അപ്പൂപ്പനെ ഒന്നും പറയരുത്. അപ്പൂപ്പൻ ജോത്സ്യനായിരുന്നു, അറിയാലേ? എന്ത്? നാട്ടിലുള്ള ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും എല്ലാ കാര്യങ്ങളും എന്റെ അപ്പൂപ്പൻ അങ്ങോട്ട് പറയരുത്. ഇതിനെയാണ് പരദൂഷണം എന്ന് പറയുന്നത്. എന്നിട്ട് ഇവള് പറയുന്നത് ജോത്സ്യം. നോണ പറയുന്നത്. നൊണത്തി ടീമാണ്, നൊണത്തി ടീം. ഇത് ആരടി ഈ തത്തേന്ന് പേരിട്ട എനിക്ക്? എന്റെ അച്ഛൻ. അതെ, എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള സാധനം എടുത്ത് തത്ത. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് വീട്ടിലൊരു തത്ത ഉണ്ടായിരുന്നു. ആ തത്തയ്ക്ക് പാല് കൊടുക്കുമായിരുന്നു, പഴം കൊടുക്കുമായിരുന്നു. പിന്നെ തത്തയ്ക്ക് പാലും പഴമല്ല, വീടും സ്ഥലം ആരെങ്കിലും എഴുതി കൊടുക്കും. തത്തക്കിത് വേണം, തത്തക്കിത് വേണം. എന്റെ പൊന്നെ, തത്ത തത്ത ചെറുതല കേൾക്കാൻ എന്തൊരു ശല്യം ഒന്ന് ആലോചിച്ച്. നിങ്ങളാണെങ്കിൽ സഹിക്കൂ. നിങ്ങൾക്ക് കാര്യം അറിയാം. ഇപ്പൊ ആണെങ്കിൽ എവിടെ പെയ്യാലും പെണ്ണുങ്ങൾക്കാ മുൻഗണന. റേഷൻ കാർഡിൽ പെണ്ണുങ്ങൾക്ക് പേര്. നമ്മൾ ലോൺ എടുക്കാൻ പോയ അവിടെയും പെണ്ണുങ്ങൾ. ഞാൻ പഞ്ചായത്തിലൊരു വീടിന്റെ ലോണിന് വേണ്ടിയിട്ട് പോയി. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു തത്തയ്ക്ക് ഒരു വീട് വേണമെന്ന്. അപ്പോൾ അവർ പറയാ, തത്തയ്ക്ക് വീട് എന്തിനാ കൂട് പോരെയെന്ന്. നാണം കെട്ട് വെളിയിറങ്ങി നടക്കാൻ നിവർത്തിയില്ല, അറിയാവോ? അതാണ് എന്റെ അവസ്ഥ. വീട്ടിലെ സാധനങ്ങളെല്ലാം പറക്കി കൊടുത്ത് ഇവിടെ കഴിക്കാൻ നല്ലതുകൊണ്ടാ. ഇടി, കഴിക്കാൻ കഞ്ഞി വെച്ചിരിക്കല്ലേ അമ്മ? കഞ്ഞി മാത്രം മനുഷ്യർ കുടിച്ച വെച്ചപ്പോൾ നീ ഒരു കഞ്ഞി കിടക്കുന്ന തേങ്ങ എടുത്ത് അത് പിന്നെ പൊട്ടിച്ച് പിന്നെ ചമ്മന്തി ഇറക്കി. ആര് ചമ്മന്തി ഇറക്കും?
ആര് ചമ്മന്തി അരയ്ക്കും? നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്ക് ആര് ചമ്മന്തി അരച്ചില്ല? എന്നെ കൊണ്ട് പറ്റത്തില്ല. എടി നീയോ തേങ്ങ എടുത്ത് പൊട്ടിക്കാൻ? എനിക്ക് തേങ്ങ പൊട്ടിക്കാൻ അറിയത്തില്ല. കീറിയാ മതി. എനിക്ക് തേങ്ങ പൊട്ടിക്കാൻ അറിയത്തില്ല. ഇതൊക്കെ പഠിക്കാൻ തോന്നിരിക്കണേ. ഞാൻ പറഞ്ഞു തരാം. മനുഷ്യനെ ഞാൻ കിട്ടണം, ഞാൻ ചമ്മന്തി അരച്ചു കൊടുക്കും. എനിക്ക് ഇഷ്ടമില്ല. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. ഞാൻ ചെയ്തില്ല. തത്തേ വീട്ടു സാധനങ്ങളുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ആദ്യം ആഹാരം കഴിക്കുന്ന ഉയിരാണ് വലുത്. അത് കഴിഞ്ഞ് ഡിവോഴ്സ്. അത് പിന്നെ നീ ഇത് പിടി. എങ്ങനെയത്? ഇത് പിടി. എന്നിട്ട് ദേ ഇതിലോട്ട് ആഞ്ഞൊരു വെട്ട്, ഒരു കീറ്. ആദർശല്ല, ആഞ്ജനേയൻ. ഈ തള്ള ഒന്നിനും സമ്മതിക്കത്തില്ല. ഒരുവിധം ആ ഡിവേഴ്സിനെ വേറെ റൂട്ടിൽ കൊണ്ടുവരികയായിരുന്നു. ആ കള്ളക്കളവ് എല്ലാം നശിപ്പിച്ച് എവിടേക്ക് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ നേരിച്ച് ഞാൻ സമ്മതിക്കത്തില്ല. ഈ വീട്ടിൽ ഇരുന്ന മിക്സി ഞാൻ വിറ്റതാണല്ലോ, പിന്നെ ഈ നടന്നു പോണ മിക്സി ഏതാ? അതെ, ഒന്നേ ഇവിടെ ആരാ? 10 മാസം നൊന്ത് പറ്റാ നിന്റെ തള്ളേനോട് നീ ചോദിക്കണോട് ആരാണെന്ന്? അമ്മ അതെനിക്ക് മനസ്സിലായി. അതല്ല, നിങ്ങൾ എന്താ ഈ വേഷത്തില്? ഞാൻ ഈ വേഷം കെട്ടി നടന്നില്ലെങ്കിൽ ഞാനും പഴയതാന്നും പറഞ്ഞ് ഇവൻ എന്നെ എടുത്ത് സെക്കൻഡ് ഹാൻഡ് വിലക്ക് വിൽക്കും. ബിസിനസ് അല്ലേ? ബിസിനസ് നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് നിർത്തി ഈ പെരക്കകത്ത് സകലമാന സാധനങ്ങൾ കുത്തി നിറച്ച് കയറ്റിവിട്ട് അതിന് സ്ഥലമില്ലാഞ്ഞുകൊണ്ട് തലനാരിഴക്ക് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എന്നെ ഇവൻ കയറ്റിവിട്ടേനെ. ഇതെന്തൊരു കഷ്ടം നോക്കണേ. അതേടാ കഷ്ടമാണ്. നിന്നെ പോലെ തന്നെ ഒരു മൂത്താങ്ങളെ എനിക്കുണ്ടായിരുന്നു. രായപ്പൻ മൊത്തം വിറ്റ്. എന്നാ അതിലൊരു 10 വിറ്റ് ഇവിടെ പറ, എന്തെങ്കിലും കിട്ടും. അതല്ല, അവൻ കുടുംബത്തെ സാധനങ്ങൾ മുഴുവനും തൂക്കി വിറ്റാ പറഞ്ഞു. അങ്ങേര് തൂക്കി വിറ്റ് കുടിച്ച അങ്ങേരെ എന്നെ ഒരേ കണ്ണിൽ കാണല്ലേ കേട്ടോ. പക്ഷെ അവൻ നിന്നെ പോലെയല്ല, അവൻ ലക്ഷ്യബോധമുള്ളവനായിരുന്നു. എന്ത് ലക്ഷ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ വരുന്നത്? അവനെ എവർച്ചു കൊടുമുടി കയറണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. സ്വന്തം വീട്ടിലടക്കുന്ന തെങ്ങില് തേങ്ങ അടക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും കയറണ കണ്ടാ തലയിറങ്ങി വരുന്ന മനുഷ്യനാ. എവർച്ചി കയറാൻ പോണം. നാളെ ഉണ്ടാ തള്ള സ്വന്തം കുടുംബത്തെ കുറിച്ച് ഞാൻ തള്ളി വെക്കാൻ വേണ്ടിട്ട്. ഞാൻ തള്ളി വെച്ചോന്നല്ല. എടാ ഇതൊക്കെ നിർത്തിയിട്ട് വല്ല പെറ്റ് കച്ചവടം തുടങ്ങടാ. ഞാനൊരാണല്ലേ, ഞാനങ്ങനെ പറയും. എടാ നീ പെറ്റിട്ട് കൊച്ചുങ്ങളെടുത്ത് വിൽക്കണ കാര്യമല്ല. ഈ പട്ടി പൂച്ച അങ്ങനത്തെ പശുമൃഗാദികളെയൊക്കെ വിൽക്കണ കച്ചവടം ഇല്ലേ? പെറ്റ്സ് കച്ചവടം. അതാവുമ്പോ നിന്റെ തത്തേനെയും കിട്ടണ വിലക്ക് തൂക്കി അങ്ങോട്ട് വിൽക്കാം. എനിക്കറിയാം നിങ്ങൾ ഏത് റൂട്ടാ പറഞ്ഞു പറഞ്ഞതെന്ന്. ഈ കള്ളക്കവി ഒരുത്തി കാരണമാണ് അവളെ രണ്ടാമത് എന്റെ വീട്ടിലേക്ക് കെട്ടിയെടുത്തത്. എന്നിട്ട് ഇപ്പൊ നിന്ന് അതൊന്നും പറയരുത് കേട്ടാ. അതിനിപ്പോ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കണേ. അവൾ ഇങ്ങോട്ട് വന്ന് കേറി ബാക്കിയുള്ള ചക്രശ്വാസം വലിക്കാനും തുടങ്ങി. മനുഷ്യന് നല്ല ശ്വാസം നല്ല രീതിയിൽ വലിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ചക്രശ്വാസം കൊണ്ട് നടക്കണം. എന്തോ പറയുന്നത്? എടാ മനസാക്ഷി വേണോടാ, മനസാക്ഷി. നിങ്ങൾക്ക് തത്തേ ഇഷ്ടമല്ല, അതാണ് വിഷയം. എനിക്ക് തത്തേനെയും ഇഷ്ടമാണ്, എനിക്ക് പൂച്ചേനെയും ഇഷ്ടമാണ്. തത്തേനെയും ഇഷ്ടമാണ്, പൂച്ചേനെയും ഇഷ്ടമാണ്, കാക്കേനെയും ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം അവിടെ അടുക്കളപ്പുറത്തെന്ന് വെച്ചാൽ തൊട്ടിക്കകത്തെ വെള്ളത്തിൽ കാക്ക വീണ് കിടന്ന് ഞാൻ അതിനെ രക്ഷിച്ച് പറത്തി വിട്ട്. നീ കണ്ടാ എന്നും ദാ മാവുമ്മ വന്നിരിക്കും എന്നെ കാണാൻ. എന്താ സ്നേഹം കൊണ്ട്. ആ സ്നേഹത്തിന്റെ കഥയൊന്നും എന്റെ അടുത്ത് ഇങ്ങോട്ട് കൂടുതൽ പറയണ്ട. ഈ കാക്ക വലുതായതിനു ശേഷം അതിന്റെ കുറച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട് നന്നായിരുന്നു. ഈ ഇടയ്ക്ക് കണ്ടായിരുന്നോ? ആ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് കാണിക്കൂടെ. എന്താണ് എന്നോടുള്ള സ്നേഹം കൊണ്ട്. എന്നിട്ട് ഈ കാക്ക ആ കുഞ്ഞുങ്ങളടുത്ത് പറഞ്ഞ എന്താണെന്ന് കേട്ടാ? ഞാൻ കേട്ടില്ല, നീ കേട്ടാ? ഞാൻ കേട്ട്. ഞാൻ പറഞ്ഞുതരാം. മക്കളെ തോന്നിക്കുന്ന തള്ളയെ നോക്കി വെച്ചോളണം. അഥവാ ഞാൻ ചത്തുപോയാലും അവരുടെ വലിച്ചോറ് നിങ്ങൾ തന്നെ തിന്നണമെന്ന്. നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ബിസിനസ് അല്ലേ വിഷയം? ഞാനത് നിർത്തി. നിങ്ങൾക്ക് ഇഷ്ടമല്ല, തത്തയ്ക്ക് ഇഷ്ടമല്ല, ഞാൻ നിർത്തി. ഒരു കാര്യം ചെയ്യാം, ഞാൻ പുതിയൊരു സംഭവം ചെയ്യാൻ പോകുന്നു. ഇപ്പോഴാണെങ്കിൽ നാട്ടിൽ ബംഗാളികളെ പണിക്കുന്ന ബംഗാളികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഈ വീട്ടിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യാൻ പോകുന്നു. എന്താണെന്ന്? ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യാൻ പോകുന്നു ഈ വീട്ടിൽ. എന്താ സംഭവം? വ്യക്തി വികസനം. എന്തുവാടാ? ആറ്റിറ്റ്യൂഡ്. ഇവിടെ അങ്ങനെ നിന്നിട്ട് കാര്യമല്ല, എന്തെങ്കിലും പറയണം. വാ തുറന്ന് പറ. അങ്ങോട്ട് മാറിക്കേ. നിങ്ങൾ ഇങ്ങോട്ട് മാറിക്കേ. ഇപ്പൊ എന്താ അങ്ങനെ പറഞ്ഞത്? എന്റെ മോളെ ഇവൻ ബംഗാളികൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുക്കാൻ പോണെന്ന്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. ഫുഡ് ഞാനിക്കറിയാം, ഞാനിങ്ങനെ പിള്ളേരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഫുഡ് എന്ന് പറയുമ്പോൾ ആഹാരം, ഈ അക്കോമഡേഷൻ എന്ന് പറയുമ്പം ഇതിലൊഴിക്കുന്ന എന്തെങ്കിലും കറികളാണോ? ഇങ്ങനെ വന്നിട്ടേ ഇത്രേ സുന്ദരിയായ നീ ഇവിടെ നിക്കുമ്പോ ഇവനിനി വേറെ വല്ലതും ആണോ ഉദ്ദേശിച്ചത്?
ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് റോഡുകളിലൂടെ നടന്നു പോകുമ്പോ ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കും, പക്ഷെ നോ അക്കോമഡേഷൻ. ഞാൻ ബസ്സിൽ കയറി യാത്ര ചെയ്യും, കണ്ടക്ടർ കാണും, ഡ്രൈവർ കാണും, പക്ഷെ നോ അക്കോമഡേഷൻ. നിങ്ങൾ ജോലിക്ക് പോകോ, പോയിട്ട് തിരിച്ചുവിടെ വന്ന് ആഹാരം കഴിക്കോ, എന്നിട്ട് കിടന്ന് ഉറങ്ങോ, പക്ഷെ നോ അക്കോമഡേഷൻ. എന്റെ കുടുംബത്തില് എന്റെ അച്ഛനുണ്ട്, എന്റെ ആങ്ങളമാരുണ്ട്, എല്ലാവരും ജോലിക്ക് പോകും, തിരിച്ചു വരും, പക്ഷേ നോ അക്കോമഡേഷൻ. എന്നിട്ട് ഇവന്മാരെല്ലാം ജോലിക്ക് പോയിട്ട് വന്നിട്ട് കാട്ടിലാണ് കിടന്നുറങ്ങുന്നത്. മനസ്സിലായില്ല? എടി അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ താമസ സൗകര്യം ഒരുക്കുന്നെന്നാണ്. മൈ മിച്ചേക്കെ, മൈ മിച്ചേക്കെ. വേറെ എന്തും സഹിക്കാം, ഈ ഇംഗ്ലീഷ് ആണ് സഹിക്കാൻ പറ്റാത്തത്. എന്തോന്ന്? എടി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. എന്നെ അങ്ങനെ നിങ്ങൾ കൂടുതൽ കുറ്റമൊന്നും പറയണ്ട, ഇംഗ്ലീഷ് അറിഞ്ഞൂടെന്നും പറഞ്ഞ്. എന്റെ നാട്ടിൽ വന്ന് തിരക്കി നോക്കണം, എന്റെ വീട്ടുകാരോട് തിരക്കി നോക്കണം. ഞാന് ഐറ്റം വേറെയാ. അത് നീ ഇവിടെ വന്നേ, നീ എന്റെ കൂട്ടത്തിൽ ജീവിച്ചു തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായത് എന്തോന്ന് ഈ ഐറ്റം വേറെയാണ്. കൊണ്ടക്കളയടേ ഈ തത്തേനെ, കൊണ്ടക്കളയാൻ നോക്കണേ ഇവിടെ. എങ്ങനെ കൊണ്ട് കളയും? എന്നെ രണ്ടാമത് ഇങ്ങനെ വീട്ടിൽ കൊണ്ട് കളഞ്ഞ സമയത്ത് നിങ്ങളാണ് പറഞ്ഞ വീണ്ടും കെട്ടണമെന്ന് പറഞ്ഞു. മക്കളെ സാക്ഷി നിർത്തി, നാട്ടുകാരെ സാക്ഷി നിർത്തി, അങ്ങനെ തത്ത പോകില്ല. ആരുടെ ഫോണായാലും ഇവിടെ സംസാരിക്കാനുള്ള അവകാശം തത്തയ്ക്ക് മാത്രമേ ഉള്ളത്. ഹലോ ഹലോ ഹലോ, ആരാ? ഇത് തിരുവനന്തപുരം മൃഗശാലയെന്ന് വിളിക്കുകയാണേ. പറയൂ സാർ, എന്താ സാറേ കാര്യം? ഒരു തത്തയെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തിരുന്നു ഇങ്ങോട്ട്. ആര് പറഞ്ഞു? അത് ട്രൂ കോളർ കാണിക്കുന്നത് ഒരു ഗോമതി അമ്മ എന്നാണ് കാണിക്കുന്നത്. ഗോമതി അമ്മ. ഓക്കെ സാറേ, ഓക്കെ സാറേ, ഓക്കെ സാറേ, ഓക്കെ സാറേ. വിൽക്കണമല്ലേ, തത്തമ്മയെന്ന് പറഞ്ഞ് വിൽക്കണമല്ലേ? എന്റെ മനുഷ്യൻ എനിക്ക് ഡൈവോഴ്സ് വേണം, എനിക്ക് ഡൈവോഴ്സ് വേണം. തരാം, തരാമല്ലോ, തരാം. പക്ഷെ ഞാൻ വക്കീലിനെ പോയി കണ്ടപ്പോ വക്കീൽ പറഞ്ഞ എന്താണെന്ന് അറിയാം, പറഞ്ഞു എനിക്ക് മറ്റതും വേണമെന്നും, വിവാഹ സർട്ടിഫിക്കറ്റും കൂടി വേണമെന്ന്. എടുത്തോട്ട് വാ. അലമാര എടുത്തോണ്ട് പോയി. ആ അലമാര എവിടെയെന്നാ ചോദിച്ചത്? അയ്യോ അയ്യോ, അലമാര ഞാൻ വിറ്റ്. അത് ബോംബെയിലുള്ള രവിക്ക്. അപ്പൊ എന്റെ വിവാഹ സർട്ടിഫിക്കറ്റ് ബോംബെയില്. ഇനി തത്ത ബോംബെയിലോട്ട്. ശംഭു ചേട്ടൻ ആൻഡ് ടീം വീണ്ടും തത്ത അങ്ങനെ പറന്നിറങ്ങിയിരിക്കുകയാണ് ഐറ്റം വേറെയുടെ വേദിയിൽ. നമുക്ക് നേരെ നമ്മുടെ കാര്യക്കാരിലേക്ക് പോവാം. ഇത്തവണ തത്ത ഉയരത്തിൽ പറന്നോന്നറിയാനായിട്ട് സ്റ്റാർട്ടിങ് വിത്ത് നസീർക്ക. തത്ത ഉയരത്തിൽ പറക്കാൻ ശ്രമിച്ചു, ഒരു പരിധിവരെയും ഓടിയെത്തുകയും ചെയ്തു. പക്ഷേ അവരുദ്ദേശിച്ചതും നമ്മളുദ്ദേശിച്ചതുമായ ഏരിയയിലേക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ള സത്യമാണ്. ആ ഒന്നാമത്തെ എപ്പിസോഡിലെ നിങ്ങളുടെ തത്തയുടെ അത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു 60% വരെ എത്തിയിട്ടുള്ളൂ. കാര്യം അങ്ങോട്ട് എത്തിയില്ല. അത് ഗംഭീരമായിരുന്നു. അത് മൊത്തത്തിൽ എന്താ ഒരു ടൈം പോലും നിങ്ങൾ ഗ്യാപ്പ് കൊടുക്കാതെ അടിച്ചടിച്ച് പോകുമായിരുന്നു. നല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ ഇപ്പോൾ സിമ്പിളായിപ്പോയി സംഭവങ്ങൾ. മൊത്തത്തിൽ തമാശയുടെ ഒരു എലമെൻസുകളും കുറവായിരുന്നു. പിന്നെ ആക്ട് ചെയ്യാനുള്ള നിങ്ങൾ എന്തായാലും കറക്റ്റായിട്ട് അത് 3 പേരും ചെയ്തു. ആ ക്യാരക്ടർ അതേപടി നിങ്ങൾ നിലനിർത്തുകയൊക്കെ ചെയ്തു. പക്ഷേ നമുക്ക് വേണ്ട ആ ഒരു ചിരിയുടെ ഗുമ്മിങ്ങോട്ട് തരാനായിട്ട് ഈ സ്കിറ്റിന് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോയി. അതിപ്പം ചിലത് അങ്ങനെയാണ്. നമുക്കപ്പോൾ ഒന്നാമത്തത് ഗംഭീരമായിട്ട് രണ്ടാമത് അതിലും മേളിൽ പിടിക്കാനാണ് എല്ലാ ആർട്ടിസ്റ്റും ശ്രമിക്കാറുള്ളത്. ഒരു പക്ഷേങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. ഇതിനും അങ്ങനെ ഒരു പാകപ്പഴയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ സംഭവങ്ങളുണ്ടായത്. ഉള്ളത് നിങ്ങൾ വൃത്തിയായിട്ട് അങ്ങ് ചെയ്യാൻ ശ്രമിച്ചു. സാരമില്ല, നമുക്ക് ഇതിൻ്റെ 3 പിടിക്കുമ്പം ഇതിനെ മേളിൽ ഉയരത്തിൽ കുറേയും കൂടി പൊക്കത്തിലേക്ക് പറക്കാനായിട്ട് നമുക്ക് നോക്കാം. അല്ല സജി? അതെ അതെ, നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. തത്ത രണ്ടാമത്തെ പിടുത്തമാണെങ്കിൽ പോലും ആ ഒരു ബിസിനസ്സൊക്കെ നല്ല ബിസിനസ്സായിരുന്നു. പക്ഷേ അത് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ, പഴയത് ആ വീട്ടിൽ ഉപയോഗിച്ച സാധനങ്ങൾ തന്നെ സെക്കൻഡ് ഹാൻഡ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതൊരു നല്ല പുതുമയായിരുന്നു. പക്ഷേ അവസാനം വരെ അതുമേണ് തുടർന്ന് പോകുന്നെങ്കിലും അതിനകത്തുള്ള കൗണ്ടറുകൾ ഇങ്ങനെ കോർക്കുന്നത് കുറച്ച് കുറവായിപ്പോയി. ആ ബേസ് നല്ലതായിരുന്നു അവസാനം വരെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞോട്ടെ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് തമാശ എലമെൻറ്റുകളാണ് കുറഞ്ഞു പോയത്. എനിക്ക് തോന്നുന്നു അവസാനം ആ പറഞ്ഞ് നിർത്തുന്ന ഒരു 3ാമത്തതിലേക്ക് കണക്ട് ചെയ്ത് നിർത്തുന്ന ആ സാധനം. അപ്പം ഇനി ബോംബെയിൽ കാണാമെന്ന് പറയുമ്പോൾ ഈ കണക്ഷനൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഇതിനിടയിലുള്ള ആ ഒരു കുറച്ച് എലമെൻറ്റുകൾ ദൈർഘ്യം കൂടിയ കുറേ കാര്യങ്ങൾ മാത്രമായി പോയി എന്നുള്ളതാണ്. അതിനകത്ത് കുറച്ച് തമാശകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 3ാമത്തെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ നിർത്താൻ വരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞോട്ട് ഇടയിൽ കുറച്ചും കൂടി കോമഡികൾ കുത്തി നിറക്കായിരുന്നെങ്കിൽ നേരത്തെ പോലെ ഒന്ന് പാറി പറക്കായിരുന്നു. പക്ഷെ പറന്നിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഹൈറ്റിൽ പോയില്ലെന്ന് മാത്രമേ ഉള്ളൂ. താന്ന് നല്ല അത്യാവശ്യം നല്ല റാഗി പറന്ന് അല്ലേ നന്നായിട്ട് വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ മറ്റത് റോക്കറ്റ് പോലെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് മിസൈൽ പോലെ അടുത്ത പ്രാവശ്യം പോകേണ്ടി വരും കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.
താങ്ക് യു ചേട്ടാ. ചേട്ടാ സജി, ശംഭു, ദീപ്തി നന്നായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പെർഫോമൻസ് 3 പേരെയും നല്ല രസമായിട്ട് നിങ്ങൾ ചെയ്തു, വൃത്തിയായിട്ട് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അതിനൊരു പ്രശ്നം, നിങ്ങൾ 3 പേരും നിന്ന് പെർഫോം ചെയ്യുമ്പോൾ തത്ത റീലോഡഡ് എന്ന് പറയുമ്പോൾ ആദ്യത്തിലേക്ക് ശംഭു നിന്ന് ശംഭുവിൻ്റെ കൗണ്ടറുകൾ ഇങ്ങനെ 1, 2, 3 ഇങ്ങനെ കയറ്റി വെക്കും. ഇതിനകത്ത് നമുക്ക് ചിരിക്കാൻ കിട്ടിയൊരു സാധനം അക്കോമഡേഷൻ പരിപാടി പെർഫോമൻസ്, അത് നല്ല രസമായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ ഇപ്പോൾ സജി ആയാലും വന്നിട്ട് നിങ്ങൾ നേരത്തെ ചെയ്യുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരും കോമ്പിനേഷൻ പരിപാടികളുണ്ട്. അതിനുശേഷം ദീപ്തി വരുന്നു, ദീപ്തിയുടെ ആയിട്ടുള്ള കുറേ ഹ്യൂമർ സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഹ്യൂമർ ഏരിയ ഉണ്ട്. അത് ജോയിൻ ചെയ്തൊരു ക്ലൈമാക്സിലേക്ക് വരുന്നതാണ് നിങ്ങളുടെ സ്ഥിരം പാറ്റേൺ എന്ന് പറയുന്നത്. അത് നിങ്ങൾ അസാധ്യമായിട്ട് പെർഫോം ചെയ്യുന്ന എല്ലാ സ്കിറ്റുകളും അങ്ങനെയാണ്. പക്ഷേ ഇതിനകത്ത് വന്ന് നിന്ന് കഴിയുമ്പോൾ ഈ കൗണ്ടറുകൾ വളരെ കുറഞ്ഞ, അതായത് ഹ്യൂമറുകൾ കുറഞ്ഞൊരു കാര്യമാണ് ഇവരും പറഞ്ഞു വരുന്നത്. നമുക്കിനി അടുത്തതിൽ പൊളിക്കണം. കാര്യം റീലോഡഡ് എന്ന് പറയുമ്പോൾ 2ാമത്തെ പാർട്ടാണ്. ഇപ്പോൾ സിനിമയാണെങ്കിലും എല്ലാം വിജയിച്ചുകൊണ്ടിരിക്കുന്നത് 2ാമത്തെ പാർട്ടാണ്. അപ്പോൾ അടുത്തതിൽ പൊളിക്കുക. ഓൾ ദി ബെസ്റ്റ് 3 പേർക്കും. ചേട്ടാ, അപ്പൊ നമുക്ക് ഇനി ഇന്നത്തെ നമ്മുടെ സ്കോർസ് അറിയാം. സ്റ്റാർട്ടിംഗ് വിത്ത് പ്രചോദേട്ടൻ. ഓക്കെ, ഞാൻ ഒരു 10,000 രൂപ. ഓക്കെ, താങ്ക് യു. ഇക്ക? ഞാനൊരു 9,000 രൂപ. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ 19,000 രൂപയായിട്ടുണ്ട്. ഇനി ബാക്കി ഇരിക്കുന്നത് ബിജുകുട്ടൻ ചേട്ടന്റെ കയ്യിലാണ്. ചേട്ടാ ഞാൻ വിട്ടാക്കാം, പിടിച്ചോ. 40,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും ഇനി മുംബൈയിലല്ലേ ബാക്കി കളി. അപ്പൊ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും പഞ്ചടിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ടീം മാസ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് അടുത്തതായി അവരെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം അല്ലേ? ഇതാ എത്തുന്നു ടീം മാസ്. ലെറ്റ്സ് വെൽക്കം സുമ ചേച്ചി, മനോജ് ചേട്ടൻ ആൻഡ് അജയ് ചേട്ടൻ. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി തീരിക്കാവുകളിൽ കാലപ്പൂപ്പൊലിയായി. അങ്ങനെ നാളെ വിഷു. എന്റെ വിഷുവിന്റെ ഷൂ വിളക്ക് കെട്ടുപോയി. സാരമില്ല, സമയം ഇന്ന് 10:30 ആയതല്ലേ ഉള്ളൂ. വെളുപ്പിനെ 12 മണി വരെ സമയമുണ്ട് വിഷുവിന് കണി ഒരുക്കാൻ. പണ്ടൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ തറവാട്ടില് ഞങ്ങൾ ആശ്രിതരായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം കൂടെ ചേർന്ന് കണി ഒരുക്കുവേ തിരുമുറ്റത്ത്. കണി കാണാൻ രാവിലെ ഇങ്ങി വരും. പക്ഷെ അവർ കാണുന്നത് കണിയല്ല. പാതൊക്കെ ഞാൻ ഇങ്ങനെ നിൽക്കും. അവരെന്നെ തന്നെ നോക്കും. എന്നിട്ട് പറയും, എൻ്റെ ജയശ്രീ മോളെ, നിന്നെ കണ്ടു കഴിഞ്ഞാൽ കണി മറക്കും, കാരണം ഞാൻ കണിക്കൊന്ന പൂ പോലായിരിക്കുന്നതെന്ന്. എൻ്റെ ദൈവമേ, അന്നൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര തലകർക്കവും ഛർദിലും ദേഹത്തുവേനയും ഒക്കെ. അപ്പോഴേ എൻ്റെ മുത്തശ്ശി പറഞ്ഞു, കാണാൻ വന്നവർ മൊത്തം മോളെ കണ്ണിട്ടതാന്ന്. വൈകുന്നേരം ആയപ്പോൾ ഞാൻ സൈഡ് ആവുമെന്നായപ്പം വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ വൈദ്യൻ പറയുവാ, കണിക്കൊന്നയുടെ കാരണം കൊച്ചിന് മഞ്ഞപ്പിത്ത വന്നു. അന്നൊക്കെ എന്ത് രസമായിരുന്നു. എൻ്റെ ദൈവം, ഇങ്ങനെ എവിടെ പോയി കിടക്കുക. ത്രിസന്ധി ആയപ്പോൾ പോയതാ കണി ഒരുക്കാനും സാധനം മേടിക്കാനായിട്ട്. മണി ഇത്രയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ നോക്കിക്കേ, 11 മണി ആകാറായി. ജയശ്രീയേ, പിടി 7 മണിയായപ്പോ നിങ്ങൾ ഇവിടുന്ന് കണി ഒരുക്കാനുള്ള സാധനം മേടിക്കാനെന്ന് പറഞ്ഞ് പോയതാണോ? പോയെടുത്ത് വന്നെടുത്ത്. ഇത്ര നേരം നിങ്ങൾ എവിടെ ആയിരുന്നു? തട്ടിക്ക് പോയി ഇത്ര താമസം ഉണ്ടോ? കഴിഞ്ഞോടിയുണ്ട് ചിലപ്പം. എന്ന് പറഞ്ഞാൽ പുത്തംപേട്ടിൽ പുഷ്പാങ്കനം ചെല്ലുന്ന ഉടനെ കണിയൊരുക്കാനുള്ള സാധനം എടുത്തു വെക്കാനേ ചന്തയിൽ നിന്റെ കുടുംബക്കാരിൽ ഇരിക്കുന്നത്. ഒരു കണക്കിന് ചന്തയിലായ അവരുടെ കുടുംബക്കാർ. അല്ല, അങ്ങനെയുള്ള തലമുറ ചന്തയിലൊക്കെ ഭയങ്കര തിരക്കാന്ന്. എന്താ തിരക്ക്? 3-4 ദിവസം മുമ്പേ ഞാൻ ഇവർക്ക് ഒരു കണിവെള്ളരി വാങ്ങിച്ചോണ്ട് കൊടുത്തു. സംഭവം എനിക്കറിയാം, തക്ക സമയത്ത് പോയ സംഭവം കിട്ടത്തില്ലെന്നറിയാം. എന്താണ് ഞാൻ വാങ്ങിച്ചോണ്ട് തന്നെ കണിവെള്ളരി പിന്നെ ഞാൻ കെട്ടിത്തു കിട്ടിട്ടുണ്ടോ? എടി, കണ്ണുകൊണ്ട് ആങ്ങി കാണിക്കാതെ കണിവെള്ളരി എന്ത് ചെയ്യുന്ന? അത് ഞാൻ മുറിച്ച് കണ്ണി വെച്ചു. എന്തിന്? നല്ലതാന്ന്. ഈ കണിവെള്ളരി കണ്ണി വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണീർ ചുറ്റുമുള്ള കറുപ്പും കലയൊക്കെ മാറും. നല്ലതാത്. എന്റെ തേമേടി, ആ വെള്ളരി കണ്ണി വെച്ച സമയം കണ്ടത് മണ്ണി വെച്ചായിരുന്നുണ്ട്. അത് കിളിച്ച് പടർന്ന് പന്തലിക്കുമ്പോ അടുത്ത വർഷം നമുക്ക് അതിനകത്ത് വെള്ളരിക്കാൻ പറിക്കത്തില്ലായിരുന്നു. ഈ 3 സെന്റ് സ്ഥലത്തിനകത്ത് കണിവെള്ളരി വെച്ചിട്ട് അത് കിളിക്കുമ്പോ നിങ്ങളുടെ മടി വെച്ച് വളർത്തുവോ? എടി, പറമ്പിൽ നടാ സ്ഥലമില്ലെങ്കിൽ അതിനാ ടെറസിന്റെ മണ്ടായ വെക്കണ മതി. ടെറസി വെച്ചിട്ട് വേണം ഉറങ്ങി കിടക്കുമ്പോ അണ്ണാക്കിലോട്ട് വേറെ കിളിച്ചിറങ്ങാൻ പറ്റത്തില്ല. ഇല്ല, നിങ്ങൾ ഈ വീട് കണ്ടോ? 10-100 വർഷം പഴക്കമുണ്ട് ഈ വീടിന്. എന്നിട്ട് വീടിന്റെ പേരോ പുത്തം വീട് വരും. പുത്തം വീട് മൊത്തം ചോർന്നൊലിക്കും. എനിക്ക് മടുത്തനിക്ക്. എടി, ചോർന്നൊലിക്കുവാന്നല്ലേ 8 വർഷം കൊണ്ട് നീ അതിൽ താമസിക്കുന്നത്. നിനക്ക് കുഴപ്പമൊന്നും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലായിരിക്കും. എന്നിട്ട് വിഷുവായിട്ട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കേട്ടോ. മഴ പെയ്യുമ്പോ നിങ്ങൾ ഈ പെരക്കാവുന്നൊന്ന് കാണണം. സത്യം പറഞ്ഞാൽ കലാഭവന്റെ ഈ എന്തോ ചേട്ടാ അതിന് പറയുന്നത്, കലാഭവന്റെ ഗാനമേളയ്ക്ക്
ഓർക്കസ്ട്ര അടുക്കി വെച്ചേക്കുന്ന പോലെ ഞാൻ ചട്ടിയും കലവും പാത്രവും ചരുവും എല്ലാം ഇവിടെ നിരത്തി വെക്കുന്നത്. മന അങ്ങോട്ട് കനക്കുമ്പോഴത്തേക്ക് എന്റെ ദൈവമേ ഈ വെള്ളമെല്ലാം കൂടി ഈ പാത്രത്തിൽ വന്ന് വീഴുമ്പോൾ ഒച്ച വെക്കണം. ഇടി വാങ്ങിക്കുന്നേ കേട്ടോ. അല്ല പിന്നെ എന്നെ കൂടുതൽ പരിക്കാനൊന്നും പറഞ്ഞത്. ഞാൻ ഈ വീട്ടിൽ തന്നെ ജീവിക്കുന്നത്. മഴ പെയ്യുമ്പോൾ ഞാനും ഇവിടെ തന്നെ ജീവിക്കുന്നത്. അയ്യോ ഈ മഴ പെയ്യുമ്പോൾ ഇയാളെന്ന് കാണണം. നമ്മുടെ ഈ കായലിന്റെ നടുക്ക് ഇങ്ങനെ കുറ്റിപ്പുറത്ത് നീർക്കാക്കി ഇരിക്കുന്ന പോലെ ഇയാൾ കട്ടിലിന്റെ പുറത്ത് ഇങ്ങനെ കയറി ഇരിക്കുന്നത്. ഞാൻ കൊണ്ടുവന്നില്ലേ സാധനം, അത് വെച്ച് കണി വെക്കാൻ നോക്കുന്നു. എനിക്ക് ഇട്ട് വെക്കാതെ. ആ ഇല്ല, സമയം എന്തുവായി? ഞാൻ അച്ഛനെ വിളിച്ചു വെച്ചപ്പോ അച്ഛൻ പറഞ്ഞു അവിടെ എല്ലാം കണി നേരത്തെ സെറ്റാന്ന്. നീ കൂടുതൽ പ്രസംഗിക്കാതെ ഇത് ചെയ്യാൻ നോക്കുന്നത്. ഇതെന്തുവാ ഇതെന്തോ ഒരു പഴം പോരാ, ഒരു പഴം പോരെ, കൊറേ വേണം. ഇത് പോരാ പഴം. പഴം കുറവാന്നല്ലേ? നീ നിന്റെ അച്ഛനെ പിടിച്ച ഉരുളിക്കാത്തിരുത്ത. അപ്പൊ ഒരു കൊല പഴമോ? അതിനകത്ത് പഴമൊന്നുമില്ല. നിങ്ങളിപ്പോ പറഞ്ഞേ? ഞാനല്ലോ പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടല്ലോ. എടി നിന്റെ അച്ഛൻ ആപ്പിളാന്നാ പറഞ്ഞേ. അല്ലല്ലല്ലല്ലല്ല, പഴമാന്നാ നിങ്ങൾ പറഞ്ഞത്. പഴമാന്നാ നിങ്ങൾ പറഞ്ഞത്. എന്റെ പൊന്നെ, ആപ്പിൾ ഒരു പഴമല്ലേ? അങ്ങനാണോ പറഞ്ഞത്? അല്ല ഞാലിപ്പൂനോ റോബസ്റ്റോ പച്ചച്ചിങ്ങനോ വല്ലോ ആണെങ്കിൽ എന്റെ സ്വഭാവം അറിയാൻ ഇങ്ങോട്ടുണ്ട്. എല്ലാം ചീന സാധനങ്ങളാ കേട്ടോ, എല്ലാം ചീഞ്ഞ സാധനങ്ങൾ. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതല്ലേ? അതൊക്കെ ഞങ്ങളുടെ തറവാട്ടിൽ എന്റെ ദൈവമേ കണി വെക്കും ഒരുക്കാനുള്ള സാധനങ്ങൾ മേടിക്കാൻ പുറത്തു പോകേണ്ട എല്ലാം ഞങ്ങളുടെ പറമ്പിൽ നിന്ന് കിട്ടുമായിരുന്നു. ശരിയാ കേട്ടോ. ഈ ഉരുളിയും കിണ്ടിയും നിലവിളക്കും വരെ ഇവർ അച്ഛൻ കൃഷി ചെയ്യുമായിരുന്നത്. പിന്നെ നാളെ നേരം വെളുത്ത് കണി എല്ലാം കണ്ടു കഴിഞ്ഞ് നമുക്ക് ചാരുമൂടുള്ള നമ്മുടെ അപ്പച്ചിയുടെ വീട്ടിൽ പോകണം, ചക്കുവള്ളിയിലുള്ള നമ്മുടെ ചിറ്റപ്പന്റെ വീട്ടിൽ പോകണം, പിന്നെ കൊല്ലത്തുള്ള നമ്മുടെ മാമിയില്ലയോ മാമിയുടെ വീട്ടിൽ പോകണം. അങ്ങനെ എല്ലാ ബന്ധുക്കളുടെ വീട്ടിൽ പോകണം. നമുക്ക് ആദ്യം ഒറ്റത്തടിക്കലെ ഓമന കുട്ടനമ്മാവന്റെ വീട്ടിൽ പോകാം. എന്റെ മാമനോ? എനിക്കൊന്നും പറ്റത്തില്ല. ഒന്നാതെ പെണ്ണുമില്ല, പെടക്കോഴിയുമില്ല, കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ ഞാൻ ആ അടുക്കള കിടന്ന് ഇറങ്ങണം. എനിക്ക് പറ്റത്തില്ല. അവിടെ കിടന്ന് വെച്ചുണ്ടാക്കാൻ എനിക്ക് പറ്റത്തില്ല. വിഷുവായിട്ട് എനിക്ക് വയ്യ അടുക്കള കിടന്ന് ഇറങ്ങാൻ. എടി ഇതാ പറയുന്നത് നിനക്ക് ബുദ്ധിയില്ലെന്ന്. ആണോ? എനിക്ക് ബുദ്ധിയില്ല. അതുകൊണ്ടായിരുന്നല്ലോ നിങ്ങളെ ഞാൻ കെട്ടിയത്. എടി ഒറ്റത്തടിക്കൽ ഓമനക്കുട്ടൻ അമ്മാവൻ അങ്ങനെ കല്യാണം കഴിക്കാതെ ഒറ്റത്തടിയായിട്ടിരിക്കുന്നോണ്ടാണോ അങ്ങനെ ഒരു പേര് വീണേക്കുന്നേ? ആണോ? അതാണ് പറഞ്ഞത്. 10-78 വയസ്സായ ആളാ. ചോദിക്കാനും പറയാനും ആരുമില്ല. അന്തരാവകാശികളില്ല. 10-35 സ്ഥലമുണ്ട്, നല്ലൊരു വീടുമുണ്ട്. ഇന്നോ നാളെ എന്നും പറഞ്ഞ് പുള്ളി അങ്ങ് പോകും. ആ 35 സെന്റ് സ്ഥലവും ഒക്കെ നമ്മുടെ കയ്യിലിരിക്കണ്ടേ? അതാണ് പറഞ്ഞത്. നമുക്ക് നാളെ അമ്മാവന്റെ വീട്ടിൽ ആദ്യം പോയി 2 ദിവസം അവിടെ നിന്ന് അമ്മാവന് ചോറൊക്കെ വെച്ച് വിളമ്പിക്കൊടുത്ത് അമ്മാവനെ ഒന്ന് സൂപ്പിച്ചെടുത്താലേ അതിന് പോരും. ഞാൻ സോപ്പിടേണ്ട കാര്യമില്ല. എന്താ? അമ്മാവന് ജയശ്രീ മോളേന്ന് വിളിച്ച അത്ര സ്നേഹം എന്നോട്. ശ്രീ എന്നൊക്കെ എന്നെ വിളിക്കുന്നത്. അത്ര മുഴുവിപ്പിക്കത്തില്ല അമ്മാവൻ. അത്ര കാര്യം എന്നോട്. അപ്പൊ എനിക്ക് സോപ്പിടേണ്ട കാര്യമില്ല. അമ്മാവൻ എനിക്ക് തന്നോളൂ കേട്ടാ. പറഞ്ഞു വിടിരുന്നോ. കഴിഞ്ഞ ദിവസം രാമേന്ദ്രൻ അമ്മാവന്റെ മോളെ കല്യാണത്തിന് പോയപ്പോഴേ ഉമാരിയപ്പച്ചയൊക്കെ അമ്മാവനോട് അടുത്തിടപഴകി കണ്ടോ? ചോറിനായിരുത്തുന്നു, വെള്ളം കോരി കൊടുക്കുന്നു. ഉമാരിയപ്പച്ചി കൊണ്ടുപോകും മിക്കവാറും. അല്ല അയ്യാ കൊണ്ടുപോകും. ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ലല്ലോ. ഉച്ചക്കറി. അയ്യോ അങ്ങനെ കൈ പിടിച്ചേക്കുന്നത് കണ്ണൂരി വരുവന്ന് പിടിക്കാൻ വെച്ചേക്കുവാ. അമ്മാവനങ്ങ് ഉടഞ്ഞു പോയല്ലോ. അമ്മാവ പറഞ്ഞു നീ എന്നെ ഉടക്കി വന്നിട്ടാ പിഴിഞ്ഞ് നീരെടുക്കുവാ നീ. സത്യം പറയാമല്ലോ, അമ്മാവന്റെ കാര്യം പറഞ്ഞപ്പോ നാക്കെടുത്ത് വായിക്കകത്ത് ഇട്ടതേ ഉള്ളൂ. എന്റെ കാര്യം പറയുമ്പോ നിങ്ങൾ നാക്ക് കയ്യിലെടുത്ത് വെച്ചാണ് സംസാരിക്കുന്നത്. നാക്ക് വലിച്ചൂരി എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അമ്മാനെന്തിനാ ഇങ്ങോട്ട് വന്നേ? നാളെ വിഷുവായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരായിരിക്കും വരുന്നു. നാളെ അവിടെ വന്നായിരുന്നു നിങ്ങൾ ചമ്മിപ്പോയേനെ. ഞാനവിടെ കാണത്തില്ലായിരുന്നു. ഇവിടെ പോയിരുന്നു. ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടാണ് വന്നത്. അതെന്താ തീരുമാനമോ? എടാ മറ്റേ എനിക്ക് 10-75 വയസ്സായല്ലോ. കല്യാണം കഴിച്ചിട്ടില്ല, മക്കളില്ല, ആരുമില്ല. ഞാൻ മിനിഞ്ഞാന്ന് രാത്രി കിടന്ന് കട്ടിലെ കിടന്നപ്പോഴേ നീട്ടി ഒന്ന് ചിന്തി ചെയ്യാൻ അങ്ങ് ദൈവത്തിലേക്ക് പ്രപഞ്ചത്തിലേക്ക് ലയിച്ച് കയറിയാലോ എന്ന്. അങ്ങനെ ഞാൻ ആത്മീയ ജീവിതത്തിലേക്ക് കടക്കാൻ പോവാണ്. ആണോ? ഞാൻ തീരുമാനമെടുത്തു മേഡം വരുമ്പോ പോകാമെന്ന്. അപ്പൊ ആത്മീയ ജീവിതത്തിനൊന്നും പോവല്ല. പിന്നെ ഏതോ മേഡം വരുമ്പോ കൂടെ മേഡം എന്നല്ല പറഞ്ഞേ. മേഡം മാസം വരുമ്പോ ഇവിടെ ഒന്ന് വിഷുക്കണിയും കണ്ടിട്ട് അമ്മാവന് തീർത്ഥാടനത്തിന് അങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചു. എങ്ങനെയാണ് അമ്മാവന്റെ യാത്രയുടെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ്? നാളെ രാവിലെ ഇവിടുന്ന് കണിയും കണ്ടിട്ട് നേരെ പമ്പിൽ പോയി ഒന്ന് കുളിക്കണം. പമ്പിൽ പോയി കുളിക്കുമല്ലോ. പമ്പിൽ പോയി അടിക്കുമല്ലോ. അല്ല, പമ്പയിൽ പോയി ഒന്ന് കുളിക്കണം. പമ്പയിൽ കുളിച്ചിട്ട് നേരെ ഗോദാവരി പോയി ഒന്ന് കുളിക്കണം. പിന്നെ കാവേരി പോയി ഒന്ന് കുളിക്കണം. പിന്നെ അവിടുന്ന് ഗംഗയിൽ പോയി ഒന്ന് കുളിക്കണം. 2-3 ലക്ഷം രൂപ ആവുമല്ലോ അമ്മാവ. ചെലവാ, പൈസ ചെലവാ. അതിന്റെ പകുതി പൈസ മതിയല്ലോ. വീട്ടിലൊരു കുളിമുറി ഉണ്ടാക്കി അതിനകത്ത് തന്നെ കുളിച്ചാ പോരെ. എടാ നീന്തപ്പെട്ടിരിക്കുള്ള കുളിയല്ല, ഇത് പുണ്യസ്നാനം. ഇങ്ങോട്ടാണ് നേരിട്ട് വന്ന ഈ ആത്മീയയുടെ കാര്യം ഞങ്ങളോടാണ് ആദ്യം പറയുന്നത്. അല്ലല്ല, രാവിലെ ഞാൻ ഓമലൂര് പോയല്ലോ ശാന്തമ്മ. അവിടെ ചെന്നപ്പോ ശാന്തമ്മ വല്ല വിഷമങ്ങളല്ലേ എന്നോട് പറഞ്ഞു. അവക്ക് എന്തെങ്കിലും കൊടുക്കണ്ടായോ? ശാന്തമ്മ കൊണ്ടുപോയി 35 സെന്റ് നീ എന്താണ് നീ പറഞ്ഞില്ല.
2 ദിവസം മുന്നേ ഇറങ്ങിയ കാര്യം ഞാൻ എങ്ങനെ അറിയാനാ? എന്നിട്ട് അയ്യോ എന്റെ അമ്മാവ എന്നിട്ട് ശാന്തമ്മ വിഷമം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചേ ഞാനൊരു പരിഹാരം കാണാം, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ ന്യൂട്രി ഞാൻ മുങ്ങി. ശാന്തമ്മ കൊണ്ടുപോയില്ല. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അതങ്ങനെ അത് കാരണം അതാണ് നല്ലത്. പ്രാർത്ഥനയാണല്ലോ ഏറ്റവും നല്ലത്. എന്നിട്ട് ശാന്തമ്മയുടെ വീട്ടിൽ 2 ദിവസം നിന്നേച്ച് ഇങ്ങോട്ടേക്ക് പോയി. ഇല്ല അവിടെ നേരെ കയറി ഞാൻ കുമ്പളാമ്പേക്ക് വന്നു. സരസമ്മയുടെ വീട്ടിൽ സരസമ്മ എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞു. ചെറുക്കൻ ഗൾഫിപ്പാൻറ്റിക്കുക, അങ്ങളെ കുറച്ച് പൈസ തന്ന് സഹായിക്കണമെന്ന്. ഞാനുണ്ടല്ലോ പരിഹാരം കാണാമെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മാവൻ എന്താ പരിഹാരം കണ്ടത്? ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം, നീ ഗൾഫിൽ പോകണ്ട, ഇവിടെ നിന്ന് പണി ചെയ്താൽ മതി, വെറുതെ പൈസ കളയണ്ടാന്ന്. അതാ നല്ല കാര്യം. പ്രാർത്ഥനയാണ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിന്റെ മൂല അടിസ്ഥാനം. എന്നിട്ട് അമ്മാവൻ ഇങ്ങോട്ടിങ്ങി പോരുന്നു. അത്ര പറഞ്ഞേ അമ്മാന് വെള്ളം കൊടുക്ക്. വെള്ളം വരെ കൊടുക്കാലോ. അമ്മാവൻ പോകുമ്പോ നമുക്ക് സങ്കടമില്ലയോ, നമുക്ക് വിഷമമില്ലയോ? ആത്മീയത എന്ന് പറഞ്ഞാല് ഒരാൾ ഒറ്റപ്പെട്ടു പോകുന്നതിന് തുല്യമല്ലയോ? ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാ ആരുണ്ടോന്ന് ഓടി വരാനല്ലയോ? ആംബുലൻസ് ഉണ്ട്. അതല്ല, ഞങ്ങൾക്കൊന്നും ഓടിക്കേറിച്ചല്ല, ഒരിടമില്ലല്ലോ ഉണ്ട്, ഓടിച്ചേർക്കാം. അല്ല അമ്മാവൻ പോകുന്നതിന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ സങ്കടമുണ്ട്. അത് മാത്രമല്ല നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ നമുക്കിപ്പോ. കൂടുതൽ വിഷമിക്കണ്ട. ഈ അമ്മാവൻ അത്ര വൃത്തികെട്ട ആളൊന്നും അല്ല. നിങ്ങൾക്കുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നിട്ടേ രാവിലെ അമ്മാവൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അമ്മാവന് വെള്ളം കുടിക്കാം. ശരി, വെള്ളം എടുത്ത്. 5 സെന്റ് സ്ഥലത്തിന്റെ ഉടമസ്ഥൻ. ഞാനിവിടെ ജയശ്രീ കല്യാണം കഴിച്ച് 8 വർഷമായി. അന്ന് മുതല് ഈ സമയം വരെ ഞാൻ ആലോചിക്കുന്ന കാര്യമുണ്ട്. അമ്മാവൻ എന്തേ കല്യാണം കഴിക്കാൻ? കല്യാണം കഴിക്കാത്തൊരു കാരണമുണ്ട്. 10-30 വയസ്സ് വരെ എനിക്കൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞായിരുന്നു എല്ലാം ആയത്. അപ്പോഴത്തേനും എനിക്ക് പ്രായമായി. പിന്നെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല. അതാണ് സംഭവം. എന്തോന്റെ കാര്യം അമ്മ? സമ്പത്തും സ്വർഗവും അല്ലാതെ ആയത്. വെള്ളം കുടിച്ചാട്ടെ. അമ്മാവൻ അവിടെ ഇരുന്ന് വിശ്രമിക്കുക കേട്ടോ. കണിയെടുക്കാനാണ് ഇത്. അതെ അതെ അതെ. കണിയൊന്നും അങ്ങനെ നല്ല ഒരുക്കേണ്ടത്. ഞങ്ങളുടെ തറവാട്ടിൽ പണ്ടേ ഈ കൈനീട്ടം കൊടുക്കുന്ന എന്തിനാണെന്നറിയോ? സ്വർണത്തിന്റെ പട്ടത്തിലൊരു സാധനം, സ്വർണ്ണ കോയിൻ. ആ സ്വർണ്ണ കോയിനൊക്കെ വെച്ചാണ് ഞങ്ങൾ ഇങ്ങനെ വിഷുക്കണി വെച്ചത്. വിഷുക്കണി വെക്കുമ്പോ ഓരോ വിഭവങ്ങൾ വെക്കുമ്പോ പ്രാർത്ഥിച്ചിട്ട് വേണം വെക്കാനൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വെക്കാം. സമയം പോകുന്നുണ്ട്, നമുക്ക് വെക്കാം. ഇത് പഴം. ഇപ്പൊ രണ്ടുപേരും കൂടെ ഈ കുപ്പി അങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മൾ ഈ പഴം വെച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് വേണം ഭഗവാൻ സമർപ്പിച്ച് അവിടെ വെക്കാൻ. മന്ത്രമുണ്ട്. അമ്മക്ക് ഇതൊന്നും ഇത്ര നാളായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെ ഗതി പിടിക്കുന്നത്. മേടമാസപ്പുലരിയിൽ വിഷുവിൽ വന്നു തീർന്ന ഞങ്ങളുടെ ഈ പാമ്പ് പിടിച്ച പിള്ളേരെ രക്ഷിക്കണേ. നാളെ തൊട്ട് ഭഗവാനെ കണി കണ്ടു വരുമ്പോൾ ശ്രദ്ധിക്കണേ. പ്രാർത്ഥിക്കാണേ. ഓ ബനാനെ ഒരു പൂ തരാമോ, ഓ ബനാനെ ഒരു കാത്തരാമോ ഒരു പൂ തരാമോ, പഴം സമർപ്പയാമി എന്ന് പറഞ്ഞാ പഴമെ സമർപ്പിക്കണം. പഴം സമർപ്പയാൻ. മുന്തിരിങ്ങ എടുത്താലോ അമ്മ? പ്രപഞ്ച ഗുരുനാഥ സർവേശ്വര എന്റെ പിള്ളേരെ കാത്തിരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്തിരിപ്പാടം പൂത്തു നിന്നു മുന്തിരി സമർപ്പയാമി എന്ന് പറഞ്ഞോണ്ട് നീ അങ്ങോട്ട് സമർപ്പിക്കണേ. അടുത്ത ഒരു കണ്ണാടി എടുത്താ പട്ടച്ചീപ്പല്ലേ? ചക്കയാണോ? പ്രപഞ്ച ഗുരുവേ എന്റെ പിള്ളേരെ നാളെ തൊട്ട് കണി കണ്ടിട്ട് അടുത്ത വർഷം വരെ അവരെ നല്ല രീതിയിൽ അടുത്ത വിഷു വരെ കൊണ്ടുപോകണേ. ചക്ക സമർപ്പയാമി എന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് അങ്ങോട്ട് കയറ്റി വെക്കുക. വെള്ളരിക്ക വരികൾ കുറവാ, വെള്ളരിക്ക അങ്ങോട്ട് കയറ്റി വെക്കാം. എല്ലാ പരിഗണന. ഓ സത്യം പറഞ്ഞ അമ്മ വന്നില്ലായിരുന്നില്ലേ? നമ്മള് കണ്ടി തോന്നുന്ന പോലെ വായി തോന്നുന്ന പോലെയൊക്കെ പൊന്നു വെക്കണം. ആ മാല വെക്കണം. മാല സ്വർണം വെച്ചിട്ട് വേണം കണി കാണാൻ. സ്വർണം വെക്കണം. അതിന് മന്ത്രമൊന്നുമില്ല. അതിന് തൂക്കം നോക്കിയാൽ അത് അറിയാൻ പറ്റും. സ്വർണം സമർപ്പയാമി. എല്ലാം റെഡിയായി. വെളുപ്പിനെ വന്ന് കണി കണ്ടാ മതി. സമയം പോകുന്ന അമ്മാവ. ഞാൻ ഇന്നലെ അങ്ങ് ഒരുങ്ങി അങ്ങ് കിടക്കാന്ന് വിചാരിച്ചു. എനിക്ക് വയ്യ ബാത്റൂമിൽ കയറി പല്ലിയെ കാണാനെന്ന്. അതുകൊണ്ട് ഇന്നലെ മുതൽ ഞാൻ അങ്ങ് സെറ്റാക്കി. ഇത് ഇച്ചിരി നേരം മതിയല്ലോ. എങ്ങനെ ഉണ്ടാവും? അപ്പൊ നമുക്ക് കൊണ്ട് ഉറങ്ങാൻ കിടന്നാലോ? വടക്കേ റൂമിൽ കിടന്നു കേട്ടോ. വടക്കേ റൂമിൽ ജെല്ലിന് കഥ പിടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്ക് വാഴയില കിടന്നാണെങ്കിൽ നാട്ട് പേടിക്കാൻ. കത്തിലിട്ട് വരാം. അത് അല്ലെങ്കിൽ നാട്ടാ പേടിയാന്ന്. പിന്നെ എവിടെ കിടക്കും? നിങ്ങൾ കൂടെ വന്ന് കിടന്നോളാം. ഹാളിൽ കിടന്നോളാം. ഒരു കഷ്ടമെന്ന് പറഞ്ഞു അമ്മാവാ. ലൈറ്റ് അണച്ചേക്കാനോ? അടച്ചേരെ. കുഴപ്പമില്ലേ? ഇല്ല ഞാൻ വരുവാ. ചെറിയൊരു പ്രാർത്ഥനയോടെ.
അയ്യോ ദൈവമേ, അങ്ങനെ വിഷുവായി. ഈ വർഷം മുതല് പുതിയ ഒരു തുടക്കവും പുതിയൊരു ആയിരിക്കണേ. ദൈവമേ കൃഷ്ണ, കാത്തുരക്ഷിക്കണേ, കാത്തുരക്ഷിക്കണേ. അയ്യോ എന്റെ ഒരു വർഷം അമ്മ എന്താ പറ്റി? സാരി, കൊറേ സ്വർണം, ഇഷ്ടംപോലെ പൈസ ഞാൻ തരണേ എന്റെ ഭഗവാനെ. എന്റെ ചേട്ടന് പണിക്ക് പോകാനുള്ള മനസ്സ് തോന്നണേ. എന്താ കണവാമോ? രണ്ടെണ്ണം കൂടെ എന്താ പരിപാടിയാ കാണിക്കുന്നത്? കണ്ണും തട്ടി വന്ന് അളച്ചു കെട്ടി വീണെന്ന് ഇവിടെ പിടിച്ചല്ലേ 35 ഞാൻ ഒന്നും പറയാത്തത് കേട്ടോ. അമ്മാവാ മക്കളെ, കണി കണ്ടു എനിക്ക് തൃപ്തിയായി. ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. അയ്യോ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ല, നിങ്ങൾക്കുള്ള എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എന്നിട്ടേ ഞാൻ പോകുന്നു. വിഷുവിന്റെ ഒരു പ്രത്യേക സന്തോഷത്തിൽ ഇങ്ങനെ വരുന്നു. പക്ഷെ വേണ്ടായിരുന്നല്ലേടി? വേണ്ടായിരുന്നില്ലയോ? ഒന്നും പറയാനങ്ങ് പോവാന്നോ? പത്ത് സെക്കൻഡ് ഇട്ടല്ലേ? എന്റെ ഗ്യാപ്പ് വേണ്ടായോ? സംഭവം സ്നേഹമുള്ളവനാ കണ്ടാ മുരടനാന്ന് തോന്നുന്നു, പക്ഷെ സ്നേഹമുള്ളവനാ. ഓ ആ തുണിയുടെ കണം കാണും. തുണിയുടെ കണം കാണും. ഇവിടല്ലേ വെച്ചിരുന്നത്? കാണുന്നില്ലെന്ന് എനിക്ക് എവിടെ പോയി? എനിക്ക് അങ്ങനെ കണ്ട് എടുത്തോണ്ട് പോയതാണല്ല, അയാൾ എടുത്തതാ. എനിക്ക് എന്താ ചെയ്യാൻ? കണ്ടൊക്കെ തൊഴിലുറപ്പിന് വന്ന പൈസ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് മോട്ടിക്കുന്ന പൈസയും സ്വരൂപിച്ച് വെച്ച് മാഞ്ച മാല. എന്റെ മാല പോയി, എന്റെ മാല. ഈ വന്ന കാലത്ത് സ്വർണത്തിനൊക്കെ എന്തോ വിലയാണെന്നറിയാമോ? ഞാൻ എന്താ ചെയ്യാൻ? എനിക്കറിയാം, നിന്റെ കുടുംബക്കാരെല്ലാം കള്ളന്മാരാ. നിന്റെ അമ്മ നിങ്ങളൊന്നും മിണ്ടരുത്. അമ്മ വന്ന് കയറിയപ്പോ ഒന്ന് പറയരുത്. വസ്തു എന്തായാലും നമുക്ക് എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? നേരത്തെ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ. ഏതാണ്? 35 സെന്റിന്റെ അവകാശി. എന്റെ പ്രിയപ്പെട്ട ജയശ്രീ മോളും പുഷ്പാങ്കദൻ മോനും വേണ്ടി അമ്മാവൻ ഒറ്റത്തടിക്കൽ ഓമനക്കുട്ടൻ എഴുതുന്നത് 1. രാവിലെ ഉമ്മറത്ത് വിഷാദനായി ഇരിക്കുന്ന പുഷ്പാങ്കദനോട് ജയശ്രീ ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ മിണ്ടാതെയും മിറങ്ങാതെയും ഇരിക്കുന്നത്? അപ്പോൾ പുഷ്പൻ, ഒരു മൂടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ജയശ്രീ, മൂടില്ലെന്ന് പറയരുത്, മൂട് വച്ചല്ലേ നിങ്ങൾ ഇരിക്കുന്നത്. 2. പുഷ്പാങ്കദനോട് ജയശ്രീ, ഇങ്ങനെ ഇരിക്കാതെ എന്റെ കൂടെ വാ, വിഷു സദ്യ ഒരുക്കാൻ. അപ്പോൾ പുഷ്പാങ്കദൻ, സദ്യയോട് കുളിച്ച് റെഡിയായി വരാൻ പറ, ഞാൻ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി ഒരുക്കാം. ഈ 2 കൗണ്ടറാണ് അമ്മാവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചത്. എടുത്തു വെച്ച് കീച്ച് ഷൈൻ ചെയ്യും മക്കളെ. അടുത്ത വിഷു വരെ നാട്ടുകാര് ചിരിച്ചോണ്ടിരിക്കട്ടെ എന്ന്. എടി, നമുക്ക് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഈ മാട്ട കൗണ്ടറായിരുന്നു. മറുപുറം നോക്കുക, അവിടെ കാണുമായിരിക്കും. എഴുത്തിന്റെ കൂലിയായിട്ട് ആ മാല ഞാൻ എടുക്കുന്നുണ്ടേ, എനിക്കെന്തേലും വേണമല്ലോ എന്ന് അമ്മാവൻ ഒറ്റത്തടിക്കൽ ഓമനക്കൊട്ടൻ. എത്ര രൂപ ചെലവാലും പറ്റില്ല, കാശിയാലും രാമേശ്വരമായാലും പോയി ഞാൻ ആ കള്ളന് അവന്റെ പുക്കുളാത്തൊരു ഇടിഞ്ഞ് കൊടുക്കും. കണ്ടോളൂ നീ, ഇങ്ങനെ പാടി ഒന്ന് പ്രാർത്ഥനകൾ നടക്കട്ടെ. ഭഗവാനെ, എന്തായാലും നടന്നു. അടുത്ത വർഷം ഞങ്ങൾക്ക് 1.5 പവന് പകരം വേണ്ട വരുന്നടി. മാല അടിച്ചോണ്ട് പോയാൽ നിന്റെ അമ്മാവൻ നേണ്ട കയറി വരുന്നടി. മോട്ടിച്ചോണ്ട് പോയത് വന്നേക്കുവാ. 2-3 പെണ്ണ കൗണ്ടർ പറഞ്ഞു എന്നിട്ട് ഉള്ള സാധനം മോട്ടിച്ചോണ്ട് പോയിട്ട് വന്നേക്കുവാ. മനഃപൂർവ്വം കൊണ്ടുപോയാടി ഞാൻ. എന്താ കാര്യത്തിന്? വിഷു ആയിട്ട് വല്ലവന്റെ സ്വത്ത് ആഗ്രഹിച്ചില്ലേ? അപ്പൊ നീ കുറച്ചേരം സങ്കടപ്പെട്ടെന്ന് വിചാരിച്ചു. ഇപ്പൊ നിന്റെ മാല തിരെ കിട്ടിയില്ലേ? നിനക്ക് സന്തോഷമായില്ലയോ? വീട്ടിൽ കയറി വന്ന് മോട്ടിച്ചിട്ട് ഒരുപാട് വർത്താനം പറയരുത് കേട്ടോ. നല്ല കാര്യമല്ലോ. ഇനി അടിച്ച പറ്റത്ത് കയറിയാലോട്ടല്ലോ ഞാൻ പറഞ്ഞേക്കാം. എന്റെ സംഭവം ഇത് പണം വെക്കാൻ ചെല്ലുമ്പോ ഒപ്പിടാൻ അറിയത്തില്ല, അതുകൊണ്ടായിരിക്കും തിരിച്ചുകൊണ്ട് തന്നെ. എന്തായാലും കിട്ടിയല്ലോ, അത് തന്നെ വലിയ സമാധാനം. നിന്റെ അമ്മാവനല്ല, നിന്റെ കുടുംബത്തിൽ പറഞ്ഞ ഒറ്റ ഉടനെയും പുത്തമ്പേട്ടിൽ പുഷ്പാങ്കദൻ ഇതിനകത്ത് കേട്ടത്തില്ല. നീ കണ്ടോ? ഞാൻ അറിഞ്ഞു. ഹാപ്പി വിഷു.
ഈ മുറ്റത്തിലടിപ്പാക്കത്തില്ലേ പറഞ്ഞു എടാ ഹാപ്പി വിഷു എന്ന് പറഞ്ഞാൽ നിന്റെ മേലെ ടിഷ്യൂ തല്ല വെച്ചാ ഞാൻ അമ്മാവോ എന്താ ഉടുപ്പ് മാറി ആള് മാറി തിരിച്ചറിയത്തില്ല. എന്റെ അമ്മാവനാ നോക്കത്തില്ല, പ്രായത്തിൽ മൂത്താ നോക്കത്തില്ല. ഇന്നലെ വന്നിട്ട് നിങ്ങൾക്ക് അത് എഴുതിത്തരാ ഇത് എഴുതിത്തരാന്ന് പറഞ്ഞ് 2-3 കൂറ കൗണ്ടർ എഴുതി വെച്ച് എന്റെ ഉള്ള മുതലും മോട്ടിച്ചോട്ട് പോയിട്ട് പിന്നെ വന്നേക്കോ ഹാപ്പി വിഷു. ആരിന്നലെ വന്നു? അമ്മാവൻ ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ടില്ല. കളപ്പറയരുത് കേട്ടോ. ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇന്നലെ വന്നിട്ട് പറഞ്ഞല്ലോ എന്തോ അവിടെ ഇവിടെ പോവാന്ന്, മറ്റേതാണ് മറിച്ചതാണ്, നിങ്ങൾക്ക് എഴുതി തരാന്ന് പറഞ്ഞു തന്നിട്ട്. എന്റെ പൊന്നു കൊച്ചെ, ഞാനിപ്പോ ഈ വിഷുവായിട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന് നിങ്ങൾക്ക് വിഷുക്കായി നീളം തരാൻ വേണ്ടിയാ. നാളെ രാവിലെ നീയും ഇവളും കൂടെ എന്റെ വീട്ടിലോട്ട് വരണം. എന്റെ സ്വത്ത് പോകളല്ല നിങ്ങളുടെ പേരിൽ എഴുതി തരുവാ ഞാൻ. ഇന്നലെ ഇങ്ങനല്ലല്ല പറഞ്ഞത്, കാശിക്ക് പോവാന്നല്ലേ പറഞ്ഞത്. ഇന്നലെ ഞാനിവിടെ വന്നെന്നോ? ഈ പിള്ളേർ എന്താ പറഞ്ഞു? ഞാൻ ഇന്നലെ ഇവിടെ വന്നെന്ന് പറഞ്ഞ സത്യമല്ല. ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനേ കണ്ടുള്ളൂ. മാസ് പെർഫോമൻസ് ആയിരുന്നു എന്ന് നമുക്കറിയാം. ലാസ്റ്റ് കണ്ണനെയൊക്കെ കൊണ്ടുവന്ന് മാസ് ആക്കി. ഹി വാസ് വെരി ക്യൂട്ട്. എനിവേ കാര്യക്കാരിലേക്ക് പോവാം. നേരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഫ്രം ബിജുക്കുട്ടൻ ചേട്ടൻ. എനിക്കൊരു മനസ്സിലാകാത്ത വിധത്തിൽ തോന്നിയിരുന്നു. എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായമാണ്. കൃഷ്ണൻ വന്നത് പിന്നെ മനോജിൻ്റെ മാമൻ ആയിട്ടുള്ള കണക്ഷൻ അതെനിക്കങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം അതത് കൺവിൻസിങ് എനിക്കങ്ങോട്ട് ആയില്ലായിരുന്നത്. അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ ആ എനർജി കളഞ്ഞില്ലായിരുന്നു. തമാശ കുറവാണെങ്കിലും നമ്മളെ എനർജി കളിച്ചിട്ട് നമ്മൾ റിഹേഴ്സൽ ചെയ്തത് എൻ്റെ വരെ എത്തിക്കുക എന്നുള്ളത്. ആ കാര്യത്തിൽ വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ പെർഫോം ചെയ്തു. പക്ഷേ മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ തമാശ പറഞ്ഞതും ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിച്ച ആളുകളാണ് നിങ്ങൾ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കുറവ് തമാശ കാണിച്ചത് നിങ്ങൾ തന്നെയാണെന്ന് പറയേണ്ട വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സുമിയുടെ കുറച്ച് പോർഷൻ, ആദ്യത്തെ പോർഷൻ നല്ല ലൈവായിരുന്നു, നല്ല ലൈഫായിട്ടുണ്ടായിരുന്നു. പിന്നുള്ളത് വന്നപ്പോൾ കൗണ്ടറുകളുടെ കുറവ് വളരെ അധികം ഉണ്ടായിരുന്നു. ഈ ക്ലൈമാക്സിന് തൊട്ട് മുൻപുള്ള ആ പ്രാർത്ഥന കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതും. പിന്നെ ഈ സാധനം കൺവിൻസിങ് ആവാത്ത എൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല, അതെനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കുക. ഓക്കെ, കുറേ നല്ല സാധനങ്ങളുണ്ടായിരുന്നു. ഈ പറയുന്ന നമ്മൾ പ്രെയർ ചെയ്യുന്നതും അങ്ങനെ കുറേ നല്ല സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ കുറേ സാധനങ്ങൾ വലിഞ്ഞതായിട്ട് തോന്നി. ഇപ്പോൾ ആദ്യം സുമി വന്ന് സാധാരണ നമ്മൾ തുടങ്ങുന്ന ഒരു തിരി കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ പടപട പോക്കാം. ആ ഒരു കൗണ്ടറുകളുടെ ക്ഷാമം ശരിക്കും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ കൃഷ്ണൻ വരുന്നതും അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് അവസാനത്തിലേക്ക് വന്നപ്പോൾ കണക്റ്റ് ആയില്ല. ബാക്കി കുറേ നല്ല സാധനങ്ങളുണ്ടായിരുന്നു. അതൊന്ന് അടുക്കി വെച്ചിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് പൊളിക്കാം. ഓൾ ദി ബെസ്റ്റ് മൂന്ന് പേർക്ക്. താങ്ക് യു ചേട്ടാ. നസീറിക്ക, ഇത് നല്ല ഒരു വിഷുവിൻ്റെ തലേന്നത്തെ ഫീലിംഗ് എല്ലാം നമുക്ക് കിട്ടി കേട്ടോ. പക്ഷേ എന്തോ എവിടെയൊക്കെ ചേരായികളും ഒക്കെ മൊത്തത്തിൽ നിങ്ങൾ മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു. ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു റേസിക്ക് മാത്രമേ നമുക്ക് ഇച്ചിരി നിങ്ങളുടെ എനർജി കിട്ടിയൊരു ഏരിയ ഉള്ളൂ. കൗണ്ടറിൻ്റെ ഒരു ക്ഷാമമാണ് ഇതിന് പറ്റിയത്. കാര്യം നല്ല മൂഡായിരുന്നു. അത് കുറച്ചുകൂടി ഒന്ന് ഇരുന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു. സാരമില്ല, നിങ്ങൾ ഗംഭീര ടീമല്ലേ, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാവുന്നേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അവരവരുടെ ജെനുവിൻ കമന്റ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കിനി നേരെ സ്കോഴ്സിലേക്ക് പോവാം. സ്റ്റാർട്ടിങ് വിത്ത് ബിജുക്കുട്ടൻ ചേട്ടൻ. ഞാനൊരു 6000 രൂപ കൊടുക്കും. 6000. പ്രചോദേട്ടാ? ഞാനും ഒരു 6000 രൂപ. 12,000 രൂപയാണ് ഇപ്പൊ മുഴുവനായിട്ടുള്ളത്. 20,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് വീണ്ടും ഒരു പഞ്ചടിക്കാനായിട്ട് കാണാം കേട്ടോ. പിറന്നേ കൊടി പറന്നേ ആണ്ടി മനസ്സേ തൈ പിറന്നേ കൊടി പറന്നേ മാരിയപ്പ തെര ഇഴുക്ക് എന്നാച്ചുമുത്ത് മത്തളം കൊട്ടേ സട്ടക്ക് 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 പുകില് കുരവ കുഴല് തന്തനത്തനം പാടിവാ
പടക് തുഴഞ്ഞ് പടകമടിച്ച് പാണ്ഡ്യ പടകേറി വാ. അടടമീശ കൗണ്ടറേ കുരിശുമുട്ടി പാടടേ തായ്മൊഴി താളമേളമംഗളം. അടടമീശ കൗണ്ടറേ കുരിശുമുട്ടി പാടടേ തായ്മൊഴി താളമേളമംഗളം. തങ്കമാന സംഘകാല തമിഴ് പാടി തേരിലേറി താളം തുള്ളാൻ അടി അമ്മാടിയേ അടി എപ്പോതുമേ ഹര ഹരോ ഹര. വാവാ ചുന്ദരിയേ മുഖമുന്തിരിയേ വാവാ ചുന്ദരിയേ മുഖമുന്തിരിയേ. തക്കില് പുക്കില് കുരവ കുഴല് തന്തനത്തന പാടിവാ. പടക് തുഴഞ്ഞ് പടകമടിച്ച് പാണ്ഡ്യ പടകേറി വാ. കരിമേഘക്കെട്ടഴിഞ്ഞൊരാകാശക്കാവിലിന്ന് കനൽ മിന്നൽ കാൽച്ചിലമ്പ് ചിതറും താളം. അകിലരിയും പുക ചിന്തും മണിമുറ്റത്തമ്മാനും കളിയാടും കാവടി തൻ കുംഭമേളം. എന്റെ മൂവന്തി ചുണ്ടിലുണ്ട് ചെപ്പും ചാന്തും എന്റെ സിന്ദൂരം പൊട്ടിലുണ്ട് കത്തും സൂര്യൻ. തൈപ്പൂയങ്ങില്ലേ വാദ്യാരേ വരൂ ചിനക്ക് ചിനക്ക് അമ്മാടിയേ എടുപ്പൂക്കാവടിയേ ചല്ല മച്ചാ മച്ചാ ഹര ഹരോ ഹര. വാവാ ചുന്ദരിയേ മുത്താമുന്തിരിയേ വാവാ ചുന്ദരിയേ മുത്താമുന്തിരിയേ. തക്കില് പുക്കില് കുരവ കുഴല് തന്തനത്തന പാടിവാ. പടക് തുഴഞ്ഞ് പടകമടിച്ച് പാണ്ഡ്യ പടകേറി വാ. വാഴക്കൂമ്പിനൊത്ത കുളിരേറും നെയ്യുലച്ച് ഒളി കണ്ണാളം പെയ്തും നിൽക്കണ പെണ്ണേ. നിന്നോമൽ കയ്യുകളാം നാൽപ്പാമരവള്ളികള വിളയാടാൻ നിന്നരികിൽ ഞാൻ പോരില്ല. എന്റെ ഹിമചിമ്മ കണ്ണിലുണ്ട് കാറ്റും കടലും എന്റെ കൊതി തീരാ നെഞ്ചിലുണ്ട് തേനും തിനയും. തൈപ്പൂയങ്ങില്ലേ വാദ്യാരേ വരൂ ചിനക്ക് ചിനക്ക് അമ്മാടിയേ എടുപ്പൂക്കാവടി ചൊല്ലു മച്ചാ മച്ചാ ഹര ഹരോ ഹര. വാവാ വേലവനേ വള്ളി നായകനേ വാവാ വേലവനേ വള്ളി നായകനേ. തക്കില് പുക്കില് കുരവ കുഴല് തന്തനത്തന പാടിവാ. പടക് തുഴഞ്ഞ് പടകമടിച്ച് പാണ്ഡ്യ പടകേറി വാ. അടടമീശ കൗണ്ടറേ കുരിശുമുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം. അടടമീശ കൗണ്ടറേ കുരിശുമുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം. തങ്കമാന സംഘകാല തമിഴ് പാടി തേരിലേറി താളം തുള്ളാൻ അടി അമ്മാടിയേ അടി എപ്പോവുമേ ഹര ഹരോ ഹര. വാവാ ചുന്ദരിയേ മുഖമുന്തിരിയേ വാവാ ചുന്ദരിയേ മുഖമുന്തിരിയേ വാവാ ചുന്ദരിയേ മുഖമുന്തിരിയേ വാവാ ചുന്ദരിയേ മുഖമുന്തിരിയേ. ഒരുപാട് ചിരിച്ച് നല്ലൊരു കിടിലൻ എപ്പിസോഡായിരുന്നു അല്ലേ? എന്തായാലും കൂടുതൽ ചിരി വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. Till then, this is Meenakshi Sudhir signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Bye.